ഹായ്, ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ റിയാക്ഷൻ ബിലോ ആർ ഇൻകറക്റ്റ്? 2PbO plus C gives 2Pb plus CO2. ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Lead is getting reduced, carbon dioxide is getting oxidized, carbon is getting oxidized, lead oxide is getting reduced. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് which of the statements about the reaction below are incorrect. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 and 2 are incorrect. സ്റ്റേറ്റ്മെന്റ് 1 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതാം. പ്ലസ് C gives 2Pb plus CO2. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ലെഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് എന്നാണ്. ഇവിടെ ലെഡ് അല്ല റെഡ്യൂസ് ചെയ്യുന്നത്, ഇത് ലെഡ് ഓക്സൈഡ് ആണ്. The statement 1 and 2 are incorrect. 1 incorrect ആണ് because PbO is getting reduced, not Pb. Pb അല്ല റെഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് എന്നാണ്. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇവിടെ കാർബൺ ആണ് ഓക്സിഡൈസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. കാർബൺ ഈ C ആണ് CO2 ആയിട്ട് മാറുന്നത്. അപ്പോൾ കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ അതിൽ സിയിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, അത് ശരിയാണ്. അതുപോലെ ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്, അതും ശരിയാണ്. അപ്പോൾ ക്വസ്റ്റനിൽ നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ Fe2O3 plus 2Al gives Al2O3 plus 2Fe. The above reaction is an example of a combination reaction, double displacement reaction, decomposition reaction, displacement reaction. ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതിൽ കറക്റ്റ് ഡി ആണ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. കാരണം ഈ 2Al വന്നപ്പോൾ അത് Al2O3 ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ FeO3 Al2O3 ആയിട്ട് മാറി. അപ്പോൾ Fe-നെ അവിടെ ഡിസ്പ്ലേസ് ചെയ്തു. The given reaction is an example of displacement reaction, as in this reaction Al displaces Fe from Fe2O3. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ എക്സാമ്പിൾ ഇതാണ്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, what happens when dilute hydrochloric acid is added to iron fillings? Take the correct answer. Hydrogen gas and iron chloride are produced. Chlorine gas and iron hydroxide are produced. No reaction take place. Iron salt and water are produced. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് dilute hydrochloric acid is added to iron fillings. നമുക്ക് ഇക്വേഷൻ നോക്കാം. പ്ലസ് 2HCl FeCl2 പ്ലസ് H2 ആണ് ഉണ്ടാവുക. ആസിഡിലേക്ക് മെറ്റൽ ആണ് ഇടുന്നത്. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ് ടു അയൺ ഫില്ലിംഗ്. അപ്പോൾ അയൺ ഫില്ലിങ്സിലേക്ക് മെറ്റലും ആസിഡും ആണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവണം. ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയൺ ക്ലോറൈഡ്, ഇവിടെ FeCl2 ഉണ്ടാവുന്നു, H2 ഗ്യാസ് ഉണ്ടാവുന്നു. അപ്പോൾ ഒന്നാമത്തതാണ് ശരി. When dilute hydrochloric acid is added to iron fillings, hydrogen gas and iron chloride are produced. ഇക്വേഷൻ ആണ് നമ്മൾ മുകളിൽ എഴുതിയത്. ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, what is a balanced chemical equation? Why should chemical equations be balanced? A chemical equation in which the number of atoms of each element is equal to the reactant side
ആൻഡ് പ്രൊഡക്റ്റ് സൈഡ് ഈസ് കോൾഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഈസ് ഈക്വൽ ടു ദ റിയാക്റ്റന്റ് സൈഡ്. റിയാക്റ്റന്റ് സൈഡിലുള്ള ആറ്റംസിന്റെ എണ്ണവും അതുപോലെ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റംസിന്റെ എണ്ണവും ഒരേപോലെ ആണെങ്കിലാണ് ഇക്വേഷൻ ബാലൻസ്ഡ് ആവുള്ളൂ. Chemical equation should be balanced because only balanced equation tell us the relative quantities of different reactants and products involved in the reaction. ആ റിയാക്ഷനിൽ ഉൾപ്പെട്ടിട്ടില്ല ഓരോ റിയാക്ടൻസും പ്രോഡക്ട്സും ഏതൊക്കെയാണെന്നും അത് എത്ര ക്വാണ്ടിറ്റി ആണെന്നും ഏത് അളവിലാണ് ഏത് റേഷ്യോയിലാണ് അത് കമ്പൈൻ ചെയ്തിട്ടുള്ളതെന്നും എങ്ങനെയാണ് ആ കോമ്പൗണ്ട് ഉണ്ടായതെന്നും ഏതൊക്കെ റിയാക്ടൻസ് ചേർന്നിട്ടാണ് ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ടായതെന്നും ഉള്ള കൃത്യമായ വിവരം നമുക്ക് ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനകത്ത് നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ വൈ ഷുഡ് കെമിക്കൽ ഇക്വേഷൻ ബി ബാലൻസ്ഡ്? ഇപ്പോൾ കൃത്യമായ വിവരം കിട്ടണമെങ്കിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. ഇനി ബാലൻസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും ആറ്റംസിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം.